5 മില്ലിയെങ്കിലും അലോവേര ജെല്ല് ദിവസവും നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിലുള്ള മിക്ക അസ്വസ്ഥതകളും മാറ്റുകയും നമ്മുടെ ശരീരത്തിലെ പല അസുഖങ്ങളും മാറ്റാൻ അത് സഹായിക്കുകയും ചെയ്യുമെന്നൊക്കെ നമ്മൾ കേട്ട് കാണുമല്ലോ. ഇവിടെ നമുക്ക് ഈ ജ്യൂസ് കുടിച്ചാൽ തന്നെ വളരെ ഉന്മേഷം നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ വയറിനും അപ്പോൾ തന്നെ നമുക്കൊരു നല്ല ഉന്മേഷം തോന്നുന്ന ഒരു അലോവേര ജ്യൂസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ധ്രുവ് ദേവ് വേൾഡ് മലയാളം റെസിപ്പീസിലോട്ട് സ്വാഗതം. എൻ്റെ പേര് ആശാ വിനീത്. ഒരു കഷ്ണം അലോവേര ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അലോവേര അല്ലെങ്കിൽ കറ്റാർ വാഴ. ഇത് നമുക്ക് ഈ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ജെല്ല് പാർട്ട് നമുക്ക് എടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ കഷ്ണം എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഈ സൈഡ്, ഈ മുള്ള് പോലത്തെ അറ്റം രണ്ടും ചെത്തി മാറ്റാം. എന്നിട്ട് പതുക്കെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പൂണിൽ ഇങ്ങനെ കോരി എടുക്കാം, അല്ലെങ്കിൽ ഈ ഭാഗം ഇതുപോലെ തന്നെ പതുക്കെ ചെത്തി മാറ്റി എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ജെല്ല് ഒരു ഭാഗം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് കൊണ്ടുവന്നതാണിത്. ഇതിലോട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാനാണ് കേട്ടോ. ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടാനാണ് ഇങ്ങനെ മുറിച്ചിടുന്നത്. ഇതിലേക്ക് നമുക്കൊരു അര നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. 2 നുള്ള് കുരുമുളക് പൊടി ചേർക്കാം. 1 നുള്ള് ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ആവാട്ടോ മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം. പനങ്കൽക്കണ്ടം അല്ലെങ്കിൽ നമുക്ക് തേൻ ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ പനങ്കൽക്കണ്ടം അല്ലെങ്കിൽ തേൻ, ഇത്രയും ചേർത്തിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇതൊന്ന് ഒരു അരിപ്പ വച്ചിട്ട് അരിച്ചെടുക്കാം ആ സത്ത്. ഇതാ ഞാൻ അരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കാം. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് വെള്ളം ചേർക്കാം. പിന്നെ ഇവിടെ ഡേറ്റ് സിറപ്പുണ്ട്, ഹണി ഉണ്ട്, അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം തന്നെ പൊടിച്ചത് ചേർക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡേറ്റ് സിറപ്പാണ് ചേർക്കാൻ പോകുന്നത്. ഹണി വേണമെങ്കിൽ ഹണി ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം മധുരം നിങ്ങൾക്ക് ആവശ്യാനുസരണം 1 ടീസ്പൂൺ ഹണി അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഡേറ്റ് സിറപ്പ് അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം തന്നെ പൊടിച്ചത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അലോവേര ജ്യൂസ് റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നമുക്ക് വെള്ളം ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ.
എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് ഒരു ഗ്ലാസ് നമ്മളൊന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സുഖമാണ്, നമ്മുടെ വയറിന് ഒരു ഉന്മേഷവും നമുക്ക് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.